6 മലയാളികളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഒരു അന്യഭാഷാ നടൻ ഇവിടെ വൻ ഒരു ബ്ലോക്ക് ബസ്റ്ററുമായിട്ട് വന്നു. അത് ധീരതയോടുകൂടി മലയാളികൾക്ക് മുമ്പേ അവതരിപ്പിച്ച ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടായിരുന്നു. ഡിസ്ട്രിബ്യൂട്ടർ എന്നതിനേക്കാൾ ഉപരി പ്രൊഡ്യൂസറും കൂടിയായ ശ്രീ ഖാദർ ഹസൻ, അദ്ദേഹത്തിൻ്റെ രഥക് ആർട്സിൻ്റെ ബാനറിലാണ് ഹാപ്പി ബി ഹാപ്പി എന്ന് പറയുന്ന അല്ലു അർജുൻ്റെ എക്കാലത്തെയും ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള പടം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിൽ 180 ദിവസത്തോളം ഹിറ്റായി ഓടിയ പടമാണ്. അപ്പോൾ വീണ്ടും 20 വർഷത്തിന് ശേഷം ഹാപ്പി ദൃശ്യ ശ്രവ്യ ഭംഗിയോടുകൂടി പുതുമയാർന്ന 4K അറ്റ്മോസിൽ വീണ്ടും മലയാളികൾക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ ഖാദർ സാർ വീണ്ടും അവസരം ഒരുക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പ്രസ് മീറ്റിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്ന് നമുക്ക് ഈ പ്രസ് മീറ്റിലേക്ക് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്ന അതിഥികളെ ഞാൻ ഒന്നും പരിചയപ്പെടുത്താം. ആദ്യമായി ഈ പടത്തിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടർ എന്ന ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടർ എന്നൊക്കെ പറയാവുന്ന ശ്രീ പ്രൊഡ്യൂസറും കൂടിയായ ഖാദർ ഹസൻ ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പരിചയപ്പെടുത്തുന്നു. മറ്റൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതലും മുഖവരിയൊന്നും വേണ്ട, അല്ലു അർജുൻ എന്ന പേര് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ശബ്ദം, അല്ലുവിൻ്റെ മലയാളം ശബ്ദം, നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള സംവിധായകൻ ജിസ് ജോയ് തിരക്കുകൾക്കിടയിൽ ഓടിയെത്തിയിട്ടുണ്ട്. പടത്തിൻ്റെ സംവിധായകൻ ശ്രീ കരുണാകരൻ സാറ് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം അല്ലുവിൻ്റെ പടങ്ങൾ ഇവിടെ മറുഭാഷാ ചിത്രങ്ങൾ, അല്ലുവിൻ്റെ പടങ്ങൾ നല്ല മറുഭാഷാ ചിത്രങ്ങൾ വരുന്ന സമയത്ത് അറിയാം പാട്ടുകൾക്ക് ഏറെ ഭംഗിയും ഏറെ ശ്രവ്യമായിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ വരികളും വരുന്നത്. അല്ലുവിൻ്റെ തന്നെ കുറേ പടങ്ങളിൽ എനിക്ക് തോന്നുന്നു അവസാനം പുഷ്പ 2 വരെ എത്തി നിൽക്കുകയാണ് ലിറിസിസ്റ്റായിട്ടുള്ള ഷിജു തുറവ്. 4 പേരെയും ഈ പരിപാടിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. പരിപാടി തുടങ്ങാൻ വേണ്ടി ഖാദർ സാർ. നമസ്കാരം. ജൂൺ 12-ാം തീയതി കേരളത്തിലെ 100ഓളം തിയേറ്ററുകളിൽ ഹാപ്പി ബി ഹാപ്പി റിലീസ് ചെയ്യാണ്. തീർച്ചയായിട്ടും ഒരു തലമുറ അല്ലെങ്കിൽ 2 തലമുറ മാറുന്ന തരത്തിൽ 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന അവർക്ക് 15ഓ 20ഓ വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സായിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് 45ഓളം വയസ്സായിട്ടുണ്ടാവും. അപ്പോൾ അവർ മാറി മറ്റൊരു ജനറേഷന് വേണ്ടിയാണ് ഈ സിനിമ പ്രധാനമായിട്ടും റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പറയാം ജെൻസി 2K ജനറേഷന് വേണ്ടി ഈ സിനിമ 12-ാം തീയതി തിയേറ്ററുകളിൽ എത്തിക്കുകയാണ്. ரொம்ப சந்தோஷமாக இருக்குது. என்னோட படம் மலையாளத்தில் ஹிட்டானது எனக்கு பெரிய விஷயம். அது ஒரு 20 இயர்ஸ் அப்புறம் மறுபடியும் ரீரிலீஸ் ஆகுது. இவ்வளவு வரவேற்பு இருக்குது. இவ்வளோ தூரம் இப்போ உள்ள ஜென்ரேஷன்லாம் அந்த ரீல்ஸ் பண்ணுறதுலாம் நான் ஹைதராபாத்லேருந்து பார்க்குறேன். ஸோ அப்பப்போ சார்ட்ட ஃபோனில் பேசுவேன். அப்போது இந்த மாதிரி ரீரிலீஸ் பண்ணுறேன்னு சொன்னப்போ ரொம்ப எக்ஸைட்டட். சார் நான் வரேன் சார், நான் கொச்சின் வந்து நான் பார்க்கணும் சார் அப்படின்னு சொல்லி நான் வந்தேன். ஸோ ஐ எம் ஸோ எக்ஸைட்டட். எனக்கு ரொம்ப சந்தோஷமாக இருக்குது. நீங்கள் எல்லோரும் தேட்டரில் வந்து நீங்கள் என்ஜாய் பண்ணணும். அதே அந்த 20 வருஷத்துக்கு முன்னாடி நீங்கள் என்ன ஃபீல் பண்ணீங்களோ அப்போ இருக்கிற இந்த ஜென்ரேஷன் பசங்களும் அதை என்ஜாய் பண்ணுவாங்கன்னு நான் நம்புகிறேன். ഓക്കെ. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ 20 വർഷം മുമ്പ് ഇങ്ങനെ ഒരു സിനിമ ഖാദർക്ക് അറിയാം. അന്ന് ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് രാവിലെ തുടങ്ങി എങ്ങനെയെങ്കിലും ഒരു വൈകുന്നേരം തീർക്കണം എന്നുള്ളൊരു ഇതിലാണ് എപ്പോഴും തിരുവനന്തപുരത്ത് പോയിട്ട് ഡബ് ചെയ്യാം. കാരണം അന്ന് ഞാൻ വളരെ സജീവമായിട്ട് ഇവിടെ ഡബ് ചെയ്യുന്ന സമയമായതുകൊണ്ട് ഇവിടെ ഞാൻ ഒരുപാട് ദിവസം മാറി നിൽക്കാൻ പറ്റാറില്ല. കുറേ സീരിയൽസിൻ്റെയും കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവുക സീരിയൽസിൻ്റെ. അപ്പോൾ രാവിലെ പറയും നിൽക്കുക, നമ്മൾ 9 മണിക്ക് തുടങ്ങുന്നു, 6 മണിക്ക് തീർക്കുന്നു. എനിക്കറിയാം ഈ അല്ലു അർജുന് വേണ്ടി ഒരു ദിവസം കൊണ്ട് ഡബിങ് തീർക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഓടിച്ച് പിടിച്ച് തീർത്തിട്ടുള്ള സിനിമകളാണ് പലതും. അപ്പോൾ അത് സാറ് പറഞ്ഞ പോലെ 20 വർഷത്തിന് ശേഷം വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാ ഇന്റർവ്യൂവിലും പറയാറുണ്ട്, അതുപോലെ അല്ലു അർജുന് ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ടാക്കി കൊടുത്തത് ഈ രഥക് ആർട്സ് ഖാദർ ഹസൻ എന്ന് പറയുന്ന ആളാണ്. അല്ലു പോലും സ്വപ്നം കണ്ടിട്ടില്ലാത്തൊരു മാർക്കറ്റ് ഇവിടെ ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ അത് തന്നെ ഇത് റിലീസ് ചെയ്യുന്നു എന്ന് പറയുന്നത് കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ്. ഹാപ്പി എന്തായാലും എല്ലാവരെയും ഹാപ്പി ആക്കട്ടെ.
എല്ലാവർക്കും നമസ്കാരം. എനിക്ക് വ്യക്തിപരമായിട്ട് വളരെയധികം സന്തോഷമുള്ളൊരു നിമിഷമാണിത്. കാര്യം എൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു ഹാപ്പി എന്ന സിനിമ. അപ്പോൾ ഹാപ്പിയിലൂടെയാണ് ഞാൻ ഹാപ്പിയായിട്ട് ആരംഭിച്ചത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നവർക്കും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഈ ഹാപ്പിയിലെ പാട്ടുകൾ അന്നത്തെ തലമുറ ഏറ്റെടുക്കുകയും ഇപ്പോഴും എന്നെ അതിശയിപ്പിക്കുന്നത് ഇപ്പോഴും റീലുകളായിട്ടും മറ്റും ആ പാട്ടുകൾ ഒരുപാട് വൈറലായിട്ട് കാണാറുണ്ട്. ഒത്തിരി പേര് മെസ്സേജസ് ഒക്കെ അയക്കാറുണ്ട്. ഇങ്ങനത്തെ അഡ്വഞ്ചിൻ്റെ ഒരുപാട് എനിക്ക് തോന്നുന്നു പുഷ്പ 2 വരെ ഒരുപാട് സിനിമകൾക്ക് പാട്ടിടാൻ വേണ്ടി കഴിഞ്ഞത് ഈ ഹാപ്പി എന്ന സിനിമയിലൂടെയാണ്.